ഇത് ഒരു വിഭാഗത്തെയും വിമർശിക്കുന്നതല്ല, ലോകത്ത് സമാധാനമുണ്ടാക്കണമെന്നാഗ്രഹിക്കുന്നതുകൊണ്ട് എത്തിക്കുന്നതാണ്. ഇമാം മഹദി വന്നു. പക്ഷേ ലോകത്തുള്ള ഒരു മുസ്ലിം നാമധാരികളായുള്ള രാജ്യത്തിനും മനസ്സിലായില്ല. ഇപ്പോഴുള്ളത് ഇറാനിലായതുള്ള കാമിനായിയുടെ കൂടെയാണ്. അതുകൊണ്ട് ഇറാനിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. പക്ഷേ ആ നാട്ടിലെ ജനങ്ങൾക്ക് പോലും മനസ്സിലായില്ല എന്ന് മാത്രം. ഇമാം മഹദി വന്നതിന് അടയാളമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട്. വരുന്നതിന് ഭൂമി കാണിച്ച അടയാളങ്ങൾ പറഞ്ഞുതരാം. ഹമാസിനെ തോൽപ്പിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പരാജയം. ലോകത്തിലെ പട്ടാളം അല്ലാഹു മാത്രമാണ് എന്നിരിക്കെ അവർ ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ സമാധാനപ്രിയരാണ്, ഞങ്ങൾക്ക് നോവൽ സമ്മാനം തരിക. ലോകം മൊത്തം കണ്ണും കത്തും വായും പൊതിനിന്നു. അവർ ഗാസയെ ആക്രമിക്കാൻ ആയുധങ്ങളും സൈന്യത്തെയും പണവും പുറകിലൂടെ കൊടുത്തു. അവരെ ഇല്ലാതാക്കുവാൻ ആ നാട്ടിലെ ജനത്തിൽപ്പെട്ട ചിലർ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ TV ചാനലുകൾ വഴി പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. ആ നാട്ടിൽ അല്ലാഹുവിന്റെ പരീക്ഷണം വന്നു, കാട്ടുതീ. ആ പറഞ്ഞ മനുഷ്യന്റെ ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ചുവെച്ച വീടും കൃഷിയും ഭൂമിയും വാസയോഗ്യമല്ലാത്ത വിധമാക്കി തീർത്തിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ അല്ലാഹുവിന്റെ കൈകളാണുള്ളത്, ഇമാം മഹദിയുടെ പ്രാർത്ഥനയും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു വീണ്ടും പരീക്ഷണം വന്നു. ആ രാജ്യത്ത് വെള്ളപ്പൊക്കം. ഇതിനൊത്താശ ചെയ്തവരും പ്രയാസങ്ങൾ അനുഭവിച്ചു തുടങ്ങി. പക്ഷെ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് അത് ഇന്നും മനസ്സിലായില്ല എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. അവർ മഹദി ഇമാമിനും അവരുടെ നേതാക്കളോടും പ്രതിഷേധിക്കുന്നു. പക്ഷേ അവർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു എന്ന് ലോകം മൊത്തം മനസ്സിലാകുന്നു. അവർ ഒരു കൂട്ടം ആളുകളാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ പിന്നിലുള്ള നിങ്ങളുടെ പിന്നിലുള്ള ശത്രുക്കളെ അവർക്ക് തിരിച്ചറിവറിയാൻ ഈ ലോകത്തിലെ ഒരു മുസ്ലിം രാജ്യത്തിലെ ജനങ്ങൾക്കോ രാജാക്കന്മാർക്കോ കഴിഞ്ഞില്ല. ആ രാജ്യത്തിലെ സൗത്തുകൾ, മുതലുകൾ, ധാതുക്കൾ തുടങ്ങിയവയാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളുടെ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾക്ക് കാരണം തന്നെ അവർ നിങ്ങളുടെ രാജ്യത്തിനു മുകളിൽ ചുമത്തിയ അടിമത്തമാണ്. നിങ്ങൾ അവരുടെ സഹായത്തിന് അപേക്ഷിക്കുന്നതും മഹദി ഇമാമിനെതിരെ യുദ്ധം ചെയ്യുവാനാണ് എന്ന ബോധം നിങ്ങൾക്കില്ലാതെ പോയാലോ സഹോദരന്മാരെ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ യുദ്ധമുണ്ടായി. ഇന്ത്യ ഡാം അടച്ചു. അപ്പോഴതാ അല്ലാഹുവിന്റെ പരീക്ഷണം നിങ്ങൾ കണ്ടില്ലയോ? അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ ഭൂമി കുലുക്കിയത് നിങ്ങൾ അറിഞ്ഞില്ലയോ? നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ രാജ്യം മറ്റൊരു രാജ്യത്തെ രാത്രി കൊണ്ട് കീഴ്പ്പെടുത്തി വലിയ തെറ്റാണവർ ചെയ്യുന്നത്. ആ ധാതുക്കൾ തുടങ്ങിയവ അവർ കൊണ്ടുപോകുന്നത് ലോകം മൊത്തം നോക്കി നിൽക്കുന്നു. റഷ്യ യുക്രൈൻ എന്ന രാജ്യത്ത് ചെയ്യുന്നത് തെറ്റെന്ന് പറയുന്ന ലോകം ഇസ്രായേൽ ഗാസയിൽ നരഹത്യ ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നുവോ? ആ രാജ്യത്തിലെ ജനത അറിയുന്ന കാര്യം അവർ മറന്നുപോയിരിക്കുന്നു. അവരെ സഹായിക്കാൻ വരുന്ന രാജ്യം ഇറാഖിനെയും അഫ്ഗാനിസ്ഥാനെയും സഹായിച്ചിട്ടെന്താണ് ആക്കി വെച്ചിരിക്കുന്നത് എന്നത് അവർ മറന്നുപോയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് തന്നെ ബോംബ് വർഷിക്കുവാൻ പറയുന്നത് എത്ര വിഡ്ഢിത്തരമാണ്! അവർ യുദ്ധം ചെയ്യുവാൻ തുടങ്ങിയാൽ അവർക്ക് തിരിച്ചറിവൊന്നും തന്നെ ഉണ്ടായില്ല. അവർ ഗാസയെപ്പോലെ നിങ്ങളുടെ രാജ്യത്തെയും ആക്കി തീർക്കും തീർച്ച. ഇത് മനസ്സിലായവർ നിങ്ങൾ അവരിലേക്കിതെത്തിക്കുക. ഇമാം മഹദിയുടെക്കുറിച്ച് നിങ്ങളുടെ മതനേതാക്കൾ പറയുന്നത് ദജ്ജാലിന്റെ ഫിത്നയാണ്. അവർ നിങ്ങളിൽ നിന്നും ഈ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ എന്തിനു മറച്ചുവെച്ചു എന്ന് ചോദിച്ചു നോക്കുക. അല്ലാഹുവിന്റെ അടിമ.